2 വർഷത്തിന് മുമ്പേ ആയിരിക്കും നമ്മൾ ലെക്സ്ക്രീറ്റിൻ്റെ കുറേ ജാളി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ലെക്സ്ക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ പോയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീമിയം ഫിനിഷിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. കൊച്ചിയിലുള്ള എരൂർ വെണ്ണല റോട്ടിലാണ് നമ്മുടെ ലെക്സ്ക്രീറ്റിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഉള്ളത്. നമുക്ക് സീംലെസ് ആയിട്ട് കുറേ ഒരു വാളിൽ ഒത്തിരി പാറ്റേൺസ് വരുന്ന രീതിയിൽ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് ഒക്കെ പോലത്തെ ടൈൽസ് വരുന്നുണ്ട്. ടൈൽസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാഡിംഗ് ടൈൽസ്, അതുപോലെ തന്നെ വാൾ ആൻഡ് ഫ്ലോർ ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെയിന്റ് ഫിനിഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലുള്ള ലെക്സ്ക്രീറ്റിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. നമുക്കറിയാം ഒരു വർഷം 2 വർഷത്തിന് മുമ്പേ ആയിരിക്കും നമ്മൾ ലെക്സ്ക്രീറ്റിൻ്റെ കുറേ ജാളി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ലെക്സ്ക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ പോയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലെക്സ്ക്രീറ്റിന് കുറേ അറേ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ബേസിക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പല ആളുകളുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വരുന്ന സമയത്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും ഒരു പ്രൊഡക്റ്റ് നമുക്ക് നേരെ കിട്ടുമ്പോഴേക്കും അതൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസ് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ലെക്സ്ക്രീറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഏത് തരത്തിലാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം, ഏതൊക്കെ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് ലെക്സ്ക്രീറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാറ്റേൺ ആണ് വേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല ലെക്സ്ക്രീറ്റിൻ്റെ പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറിംഗ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വാൾ ക്ലാഡിംഗ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെക്സ്ക്രീറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെക്സ്ക്രീറ്റിൻ്റെ അറേ ഓഫ് പ്രൊഡക്റ്റിൽ വരുന്നത് ഹാൻഡ് മെയ്ഡ് ടൈൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാളീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലാഡിങ്ങിലേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ടൈൽസും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്, ഇതിൻ്റെ കസ്റ്റമൈസേഷൻ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്താണ്, ഇതിൻ്റെ ഒരു ടച്ച് ആൻഡ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു, പാറ്റിക്കലായിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെക്സ്ക്രീറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ വൈറ്റ് ജാലീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ലെക്സ്ക്രീറ്റിൻ്റെ ജാലി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോത്ത് സൈഡ് ഫിനിഷ്, അതായത് 2 സൈഡും നമുക്ക് ഒരേപോലെ ഫിനിഷ്ഡ് ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അടുത്ത ഹൈലൈറ്റ് ഇത്തരത്തിലുള്ള വൈറ്റ് സാൻഡ് ആൻഡ് വൈറ്റ് സിമെൻറ്റിലാണ് ഈ ജാലി ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ പ്രീമിയം ഫിനിഷിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഞാൻ ഓരോരോ ഇതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ജാലീസിനെക്കാട്ടിലും സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള ജാലീസാണ് ലെക്സ്ക്രീറ്റിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. ഇത് കണ്ടോ? ഇതിൽ നമുക്ക് റീബാർ ചെയ്തിട്ട്, അതായത് കമ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് അഡീഷണൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റിലേക്ക് ചെയ്യുമ്പോഴേക്കോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്ലെയിൻ ആയിട്ടുള്ള വാളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫുൾ സ്ട്രെങ്ത്ത് നമുക്ക് ആ വാളിന് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രിസ്പ്നെസ്സും ഒരു ഷാർപ്നെസ്സും ഒക്കെ കാണാം. കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിലാണ് എല്ലാ സൈഡ്സും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി തരത്തിലുള്ള ജാലീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹോൾ ടൈപ്പ് ഉള്ളതും കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാറ്റേൺസ്, ഞാൻ വേണമെങ്കിൽ ഒരു 1-2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ജാലീസൊക്കെ നമുക്ക് വരുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പ്, അതുപോലെ തന്നെ ഒരു ഹെക്സഗണൽ ഷേപ്പ് ജാലീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡിസൈനനുസരിച്ചിട്ട് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ എടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജാളീസൊക്കെ നമ്മുടെ ലെക്സ്ക്രീറ്റിന് മാത്രമുള്ള യുണീക്ക് സ്റ്റൈലാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാളീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് എനിക്ക് ഏകദേശം ഒരു 4 കിലോൻ്റെ അടുത്ത് ഇതിന് വെയിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ വാളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈവൻ ഇതിനും നമുക്ക് ഇത്തരത്തിലുള്ള റീബാർ ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ ജാളി ഒരേ സമയം നമുക്ക് ഇതേപോലെ ഹൊറിസോണ്ടലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അഗെയിൻ ജാളീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈൻ തോട്ട് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ജാളീസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഹാൻഡ് മെയ്ഡ് ടൈൽസ് ലെക്സ്ക്രീറ്റിൻ്റെ അടുത്തൊരു യൂണിക് പ്രൊഡക്റ്റാണ്. നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ടൈൽസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പാറ്റേൺ എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങോ മറ്റു പാറ്റേണുകളോ ഒന്നുമല്ല, ലെക്സ്ക്രീറ്റിൻ്റെ തന്നെ ഹാൻഡ് മെയ്ഡ് വാൾ ടൈൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത് ലെക്സ്ക്രീറ്റിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ്. ഹൈലി കസ്റ്റമൈസബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വാളിലേക്ക് നിങ്ങളുടെ ഡിസൈൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലായിട്ടുള്ള
ഹൈലൈറ്റഡ് വാൾസോ അല്ലെങ്കിൽ ഹൈലൈറ്റഡ് പോർഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ വരിക, നിങ്ങൾ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എന്തോ ചെയ്യാൻ ഇവർ ചെയ്തിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്രീറ്റിൻ്റെ കളേഴ്സാണ്. ഭയങ്കര രസമായിട്ടുള്ള ഫ്രഷ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് ഒക്കെ പോലത്തെ ടൈൽസ് വരുന്നുണ്ട്. ടൈൽസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാഡിംഗ് ടൈൽസ്, അതുപോലെ തന്നെ വാൾ ആൻഡ് ഫ്ലോർ ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ടൈൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈൽ നോക്കിക്കഴിഞ്ഞാൽ 20 mm തിക്നെസ്സിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 15 mm തിക്നെസ്സിലൊക്കെ വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത്തരത്തിലുള്ള പാറ്റേൺസ് എല്ലാം നമുക്ക് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഷേപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ഹെക്സഗണൽ ടൈൽസ് നമുക്കിത് ഒക്ടഗണൽ ടൈൽസ് നമുക്ക് ഫ്ലോറിങ്ങിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് കിട്ടുന്നുണ്ട്. അടുത്തൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ നിങ്ങൾ കാണുന്ന ഗ്രീൻ ടൈല്, അത് ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കളറും നമുക്കൊരു പരിധി വരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല ഷേപ്പിലുള്ള, കാരണം ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളൊരു വാളിലേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെയും നിങ്ങൾ ഫിനിഷസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ലീക്കായിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഫിനിഷിലാണ് ലെക്സ്ക്രീറ്റിൻ്റെ ഈ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഹൈലൈറ്റ് ഞാൻ പറയാൻ വിട്ടത്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓക്സൈഡ്സ് ആണ് ഇതിൻ്റെ കളറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ കൺവെൻഷനലായിട്ട് കാണുന്നതിലും മാറിയിട്ട് ഭയങ്കര രസമായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ ലെക്സ്ക്രീറ്റിൻ്റെ ഈ ഒരു യുണീക്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മുടെ ഈ ഒരു പാറ്റേൺസും അതുപോലെ തന്നെ കളേഴ്സും ഇതിൻ്റെ ഈ രസമായിട്ടുള്ള സൈസസും ഒക്കെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഈ ലെക്സ്ക്രീറ്റിൻ്റെ ജാളീസൊക്കെ തന്നെ പല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നമുക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ജാളീസാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ കൺവെൻഷണൽ ജാളീസ് നോക്കുമ്പോൾ അതിന് ഓൾറെഡി ഒരു കളറിലായിരിക്കും വരുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ടെറാക്കോട്ട ടൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ടെറാക്കോട്ട ഷെയ്ഡാണുള്ളത്. നമ്മുടെ ലെക്സ്ക്രീറ്റിൻ്റെ വൈറ്റ് ജാളീസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിനെ മാച്ച് ചെയ്തുകൊണ്ട് ഏത് ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. ഏത് തരത്തിലുള്ള പെയിൻറ്റ് ഫിനിഷ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബേസിക് ഇതിൻ്റെ വൈറ്റ് ഫിനിഷ് തന്നെയാണ്. നമുക്കിത് ആസ് സച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയറോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതേ സാധനം ഇവിടെ ജസ്റ്റ് ഒരു പെയിൻറ്റ് ഫിനിഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഇത്തരത്തിലുള്ള ഏത് പെയിൻറ്റ് ഫിനിഷിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റെഗുലറായിട്ട് മോഡൽസും ഡിസൈൻസും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ലെക്സ്ക്രീറ്റിനുണ്ട്. ഞാൻ കഴിഞ്ഞ അവിടെ ഒന്ന് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ കണ്ടില്ലായിരുന്നു. പ്യുവറായിട്ട് കണ്ടോ ഒരു സ്ക്വയർ. ഇതിൻ്റെ എല്ലാം ഫിനിഷസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതും നമുക്ക് വേണ്ട ഫിനിഷസിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇത്തരത്തിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ബ്ലൂ ഷെയ്ഡിലേക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കളറിൽ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷ് ചെയ്ത്, അതായത് പുട്ടിയൊക്കെ ഇട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫിനിഷ് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു വാൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് നമുക്ക് ജോയിൻസ് ഒന്നും കാണുന്നില്ല. മൊത്തം ജോയിൻ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല, ഈ ജോയിൻസിലെല്ലാം പ്രോപ്പറായിട്ട് പൊട്ടിയിട്ട് നമ്മളൊരു പെയിൻറ്റ് ഫിനിഷിലേക്ക്, അതായത് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു പെയിൻറ്റ് ഫിനിഷ് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷും ചെയ്യാത്തുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. കാരണം നമ്മുടെ എക്സ്ക്രീറ്റിൻ്റെ ആ വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെയും ജോയിൻസ് എല്ലാം പ്രോപ്പറായിട്ട് പൊട്ടിയിട്ട് ആ സെയിം വൈറ്റ് കളറിലേക്ക് തന്നെ ചെയ്തെടുത്തപ്പോഴേക്കും നമുക്ക് സീംലെസ് ആയിട്ട് ഒരു വാളിൽ ഒത്തിരി പാറ്റേൺസ് വരുന്ന രീതിയിൽ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൊച്ചിയിലുള്ള എരൂർ വെണ്ണല റോട്ടിലാണ് നമ്മുടെ ലെക്സ്ക്രീറ്റിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജാളീസ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ടൈൽസിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ലിമിറ്റേഷന് താഴെ നിന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു യെല്ലോ വാള് കാണാം. നമ്മുടെ ലെക്സ്ക്രീറ്റിൻ്റെ ആ സ്ക്വയർ ഞാൻ നേരത്തെ കാണിച്ച ടൈൽ വെച്ചിട്ടാണ് ആ ഒരു ക്ലാഡിങ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ടൈലൊക്കെ എടുത്തു കഴിഞ്ഞത് കണ്ടോ, ഇതിൻ്റെ പുറത്ത് രസമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഇൻറ്റീരിയറിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും, അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഒരു വാളിൽ മുഴുവനായിട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഒക്കെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്ന ആളുകൾ ഡെഫിനറ്റായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ വരിക.
എന്നതിന് ശേഷം നിങ്ങളുടെ ഡിസൈനിനെ കുറിച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് സ്റ്റേജിലേക്കോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിലേക്കുള്ള ഒരു സൊല്യൂഷൻ പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാമ്പിൾ കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇൻറ്റീരിയറിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ഉറപ്പാണ്. കാരണം ഇവിടെ വന്നപ്പോഴേക്കും, കാരണം ഞാനിത് പറയാൻ റീസൺ വേറൊന്നുമില്ല, 2 വർഷം മുമ്പായിരുന്നു നമ്മൾ ലെക്സ്ക്രീറ്റ് ജാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വർഷം സമയം കൊണ്ട് ജാളിയിൽ നിന്ന് മാറി ജാളിയും അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ടൈൽസ്, അത് ക്ലാഡിങ്ങിലേക്കുള്ളതും അതുപോലെ തന്നെ ഫ്ലോർ ആൻഡ് വാൾ എല്ലാ കാറ്റഗറിയിലേക്കുള്ള കാര്യങ്ങളും ലെക്സ്ക്രീറ്റ് വന്നിട്ടുണ്ട്. ലെക്സ്ക്രീറ്റിൻ്റെ ഒരു ഇന്നോവേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഞാനിതിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ.